നമ്മളിനി അസസ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് മീനിങ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് കാണാം. ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഈ ഒരു ചാപ്റ്ററിലെ അപ്രോച്ച് ശകലം ഡിഫറെന്റ് ആയിരിക്കും. കാരണം റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് തിയറി നമുക്ക് ആദ്യമേ കവർ ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമേ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ. എക്സ്പെഷ്യലി ATP എന്താണെന്നുള്ളത്. അതിന് മുമ്പായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മീനിങ് നോക്കാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 അകത്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് പറഞ്ഞേക്കുന്നത്. A cooperative society means a cooperative society registered under Cooperative Society Act 1912 or under any law in force of the state for registration of cooperative societies എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. Then ഈ പറയുന്ന ATP ഡിഡക്ഷൻ, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ATP ഡിഡക്ഷൻ ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. അതിൽ പോകുന്നതിനേക്കാൾ മുമ്പായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടാക്സേഷൻ്റെ റേറ്റുകൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആൻഡ് അവരുടെ ഈ പറയുന്നതായിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ടോട്ടൽ ഇൻകത്തിന് മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് റേറ്റിലായിരിക്കും, റേറ്റ്സ് ഓഫ് ഇൻകം ടാക്സ് ശ്രദ്ധിച്ചോണേ, റേറ്റ്സ് ഓഫ് ഇൻകം ടാക്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, ഇവിടുത്തെ ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 10,000. അതായത് ആദ്യത്തെ 10,000 രൂപ വരെയുള്ള ടോട്ടൽ ഇൻകത്തിന് 10% ഓഫ് ടോട്ടൽ ഇൻകം. സോ ഫസ്റ്റ് 10% എന്ന് പറയുന്നതാണ് ആദ്യത്തെ 10,000 രൂപ വരെ 10%. സോ 10,000 രൂപയാണ് ടോട്ടൽ ഇൻകം എന്ന് കരുതുക. 10,000ന്റെ 10% 1,000 രൂപ ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ സ്ലാബ് എന്ന് പറയുമ്പോൾ ദ ടോട്ടൽ ഇൻകം എക്സീഡ്സ് 10,000 ബട്ട് ഡസ് നോട്ട് എക്സീഡ് 20,000. സോ ഈ പറയുന്ന 10,000 to 20,000 എന്ന് പറയുന്ന രണ്ടാമത്തെ സ്ലാബിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 1,000 പ്ലസ് 20% ഓഫ് ദി എക്സസ് ഓവർ 10,000. സോ ഈ പറയുന്ന ആദ്യമേ 10,000ന് 10% എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം ഇവിടെ 1,000 വരുന്നു. ആ 1,000 ആണ് നേരെ ഇങ്ങോട്ട് കയറി വന്നേക്കുന്നത്. ആ 1,000 പ്ലസ് ബാക്കിയുള്ള 10,000 to 20,000 എത്രയാണ് എമൗണ്ട് എന്ന് നോക്കുന്നു. അതിന്റെ 20% എടുക്കുന്നു. 20% ഓൺ ദി എക്സസ് ഓവർ 10,000. സോ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ 20,000 ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് കരുതുക. 20,000 ആണ് എന്ന് കരുതുക. ഈ പറയുന്ന 1,000 പ്ലസ് 10,000ന്റെ മുകളിലൊരു 10,000 ആണല്ലോ, അതിന്റെ 20%. ഓക്കെ, സോ 10,000ന്റെ 20% എന്ന് പറയുമ്പോഴത്തേക്കും 2,000. സോ 1,000 പ്ലസ് 2,000 രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ 3,000 റുപ്പീസ് ആയിരിക്കും ഈ സ്ലാബില്, സെക്കൻഡ് സ്ലാബിൽ മൊത്തത്തിൽ. അതായത് 20,000 രൂപയാണ് ടോട്ടൽ ഇൻകം എങ്കിൽ വരാൻ പോകുന്ന ടാക്സ്. മൂന്നാമത്തത് ശ്രദ്ധിച്ചോണേ, വെറുതെ ടോട്ടൽ ഇൻകം എക്സീഡ്സ് 20,000 റുപ്പീസ്. അങ്ങനെയാണ് എങ്കിൽ 3,000, ഈ 3,000ന്റെ ലോജിക്ക് പിടികിട്ടിയല്ലോ. ഈ പറയുന്ന 1,000, ഈ പറയുന്ന 2,000, ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കാണ് 3,000 കിട്ടുന്നത്. 3,000 പ്ലസ് 30% ഓൺ ദി എക്സസ് ഓവർ 20,000. സോ ഈ പറഞ്ഞ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റേറ്റ് ഓഫ് ടാക്സ് എത്ര പെർസെൻറ്റേജുകളാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കുവാണെങ്കിൽ 10% ഉണ്ട്, 20% ഉണ്ട്, 30% ഉണ്ട്. ഇവിടുത്തെ സ്ലാബുകൾ എങ്ങനെയാണ് പോകുന്നത്? ആദ്യമേ 0 to 10,000, 0 to 10,000, then 10 to 20,000, then above 20,000. Okay, 0 to 10,000, 10%, 10 to 20,000, 20%, above 20,000, 30%. സോ അങ്ങനെയാണ് സ്ലാബുകൾ, റേറ്റ്സ് ഓഫ് സ്ലാബ് പോകുന്നത്. ഓക്കെ, ഡിഫറെന്റ് ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടല്ലോ, എല്ലാ ഹെഡിനും ഈ സ്ലാബ് ആപ്ലിക്കബിൾ ആണോ? അല്ല. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, ഇഫ് ടോട്ടൽ ഇൻകം ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻക്ലൂഡ്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അങ്ങനെയാണെങ്കിൽ ദ ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി കമ്പ്യൂട്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് 20% എന്നുള്ളത് ഓർത്തേക്കുക. സോ 20% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനെ ടാക്സ് ചെയ്യുന്നത്. സോ അതൊഴികെയുള്ള ബാക്കിയുള്ളത്, ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാത്തിനെയും ഈ പറയുന്ന സ്ലാബ് റേറ്റിലായിരിക്കും ടാക്സ് ചെയ്യുന്നത്. സർചാർജ് 1 കോടിയിൽ കൂടുതലുണ്ടെങ്കിൽ 12%, 1 കോടിയിൽ കൂടുതലുണ്ടെങ്കിൽ 12%. അസസ്മെന്റ് 23-24 ഓൺവേർഡ്സ് അത് 7% ഉള്ളൂ.
എന്നുള്ള ഓർത്തേക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ AMTയുടെ പ്രൊവിഷൻസ്, ഓൾട്ടർനേറ്റ് മിനിമം ടാക്സിന്റെ പ്രൊവിഷൻസ് 115JC പറഞ്ഞേക്കുന്ന ഓൾട്ടർനേറ്റ് മിനിമം ടാക്സിന്റെ പ്രൊവിഷൻസും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആപ്ലിക്കബിൾ ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മാർജിനൽ റിലീഫ് വരുന്നുണ്ട്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അത് കാരണത്താൽ തന്നെ റേറ്റ്സ് ഓഫ് ടാക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡിഫറൻ്റ് ആണ്. 10%, 20%, 30%. അതിനുശേഷം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സ്പെസിഫിക് ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള റേറ്റ് 20% ആണെന്നുള്ള കാര്യം ഓർത്തേക്കുക. സർചാർജ് 1 കോടിയിൽ കൂടുതൽ ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ 12%. അത് 23-24 അസസ്മെന്റ് ഇയർ ഓൺവേർഡ്സ് അത് 7% ആണ് എന്ന് ഓർത്തേക്കുക. ഇനി നമുക്ക് ATP എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ATP എന്ന് പറയുന്ന ഈ ഡിഡക്ഷൻ, ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് ഉണ്ടല്ലോ, 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ്, ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് ഇല്ലേ, അതിൻ്റെ അകത്തെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ് ATP. ഈ ATPനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ഉറപ്പായിട്ട് തെറ്റിപ്പോകും. ഓക്കെ, അപ്പം ATP സമയമെടുത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ATPനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The following deductions are to be made from income of cooperative society under ATP. A എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എയ്ക്ക് ശേഷം പിന്നെ B ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പം എയ്ക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ് ഇൻ ഫോളോയിങ് ബിസിനസ്, ഈ താഴെ പറയുന്നതായിട്ടുള്ള താഴെ കുറച്ച് ബിസിനസ്സുകൾ പറയുന്നുണ്ട്. ഓക്കെ, ഫോളോയിങ് ബിസിനസ്. Okay, the whole of the amount of PGBP, the whole of the amount of profits and gains of business attributable to any one or more of such activities shall be deducted from gross total income. എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ പറയുന്ന ഫോളോയിങ് ബിസിനസ്സുകൾ, ഫോളോയിങ് ബിസിനസ് എന്ന് പറയുന്നത് ഇവിടെ 1, 2, 3, 4, 5, 6, 7 ബിസിനസിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ 7 ബിസിനസ് ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുവാണ് എന്ന് കരുതുക. അത്രമാത്രമേ പറയുന്നുള്ളൂ. ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുവാണ് എന്ന് കരുതുക. അവരുടെ ആ ഇൻകം എത്രയാണോ ആ ഇൻകം അത് സ്ട്രെയിറ്റ് അവേ ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഈ ഇൻകങ്ങളെ പറ്റി പറഞ്ഞിരിക്കും. അപ്പം ഇതിനെ ആദ്യമായിട്ട് എവിടെയാണ് എടുക്കേണ്ടത്? PGBPക്കകത്ത് എടുക്കണം. ഓക്കെ, അതിനുശേഷം ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ചാപ്റ്റർ 6 ഡിഡക്ഷൻസിൻ്റെ അകത്ത് ATP എന്ന് പറയുന്ന ഡിഡക്ഷൻ്റെ അകത്ത് ഈ എമൗണ്ടുകളെ വൺ ആഫ്റ്റർ ദി അനദർ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ബിസിനസ് ഏതാണെന്നുള്ളത് 7 ബിസിനസിൻ്റെ അകത്തെ ഫസ്റ്റ് ബിസിനസ്, ക്യാരിങ് ദി ബിസിനസ് ഓഫ് ബാങ്കിങ് ഓർ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ബാങ്കിങ് ഓർ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ്. സോ ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക് നടത്തുന്നുണ്ട് എന്ന് കരുതുക, ഇല്ലെങ്കിൽ അതിന്റെ മെമ്പേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അലൗ ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. അതൊരു ബിസിനസ് ആയിട്ട് ആ ബിസിനസ്സിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും PGBP ഇൻകം ഉണ്ട് എന്ന് കരുതുക. ആ ഇൻകം എൻറ്റയർലി ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത് കോട്ടേജ് ഇൻഡസ്ട്രി. കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിൽ വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന സാധാരണ കോട്ടേജ് ഇൻഡസ്ട്രി ഹാൻഡ്ലൂമിന്റെ കേസിൽ വളരെ പോപ്പുലർ ആണ്. ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ് അത് പ്രൊക്യൂർ ചെയ്യുന്നു. എന്നിട്ട് ഈ റോ മെറ്റീരിയൽ അതിന്റെ മെമ്പേഴ്സിന് കൊടുക്കുന്നു വീവിങ്ങിന് വേണ്ടി. അങ്ങനെ വീവിങ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നു. ആ ആക്ടിവിറ്റി മാനുഫാക്ചറിങ്, സെമി മാനുഫാക്ചറിങ്ങിന്റെ നേച്ചറിലുള്ളതാവാം വീവിങ്ങോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഹാൻഡിക്രാഫ്റ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവാം. ആ വർക്ക് ഈ മെമ്പേഴ്സ് അവരുടെ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഫൈനൽ ആയിട്ടുള്ള പ്രൊഡ്യൂസിനെ അവർ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. കാഞ്ചീപുരം കാഞ്ചീപുരത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അവിടെ വീവേഴ്സിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അത് ചെയ്യുന്നതിനാന്ന് വെച്ചാൽ ഈ പറയുന്നതായിട്ടുള്ള നടത്തിയതിനു ശേഷം ഫൈനൽ ആയിട്ടുള്ള പ്രൊഡ്യൂസ് അവർ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. സോ രണ്ടാമതായിട്ടുള്ളത് ഏതാണ്?
കോട്ടേജ് ഇൻഡസ്ട്രി ആണ്. മൂന്നാമതായിട്ടുള്ളത് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഗ്രോൺ ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. മെമ്പേഴ്സ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഓക്കെ, അതിന്റെ മാർക്കറ്റിംഗ് നടത്തുന്നതായിട്ടുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് എന്ന് കരുതുക. ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ PGBP ഇൻകം ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണെന്ന് വെച്ചാൽ ഇത് മെമ്പേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടി തന്നെയാണ്. ഇതിന്റെ മെമ്പേഴ്സിന് ബെനിഫിറ്റിന് വേണ്ടി തന്നെയാണ് മെമ്പേഴ്സ്. അപ്പൊ ഇവിടെ ഉള്ളവര് ഫാർമേഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ ഫാർമേഴ്സ് അഗ്രികൾച്ചർ ആക്ടിവിറ്റി ചെയ്യുന്നു, എന്നിട്ട് അവരുടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ പറയുന്ന പ്രൊഡക്ട്സിന്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സോ ഇവിടെ എക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് ബ്രാക്കറ്റിനകത്ത് എടുത്തും പറഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് പർച്ചേസ് ഓഫ് അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ്, seeds, livestock or other articles intended for agriculture for the purpose of supplying them to members. സോ മെമ്പേഴ്സിന് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ്, അതായത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ്, എക്യുപ്മെന്റ്സ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, അത് സീഡ്സ്, നല്ല ഇനം സീഡുകളെ മേടിച്ച് മെമ്പേഴ്സിന് കൊടുക്കുന്നതാണ് ഒരു നല്ല കാര്യമല്ലേ. അപ്പം അങ്ങനെ സീഡ്സ് മേടിക്കുന്നു, ഇല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മേടിക്കുന്നു. ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന കന്നുകാലികൾ മേടിക്കുന്നു. ഓർ അതർ ആർട്ടിക്കിൾസ് ഇന്റൻഡഡ് ഫോർ അഗ്രികൾച്ചർ, അപ്പൊ അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള മറ്റ് സാധനങ്ങൾ മേടിക്കുന്നു. ആൻഡ് അത് മെമ്പേഴ്സിന് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ മെമ്പേഴ്സിന് സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത്, അതായത് അവർ പ്രൊക്യൂർ ചെയ്ത, അവർ പർച്ചേസ് ചെയ്ത പ്രൈസും സെല് ചെയ്യുന്ന ആ ഒരു പ്രൈസ് ഉണ്ടല്ലോ, മെമ്പേഴ്സിന് കൊടുക്കുന്ന ആ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്, അത് PGBP ഇൻകം ആയിട്ട് വരുമല്ല. അങ്ങനെ PGBP ഇൻകം വരുവാണെങ്കിൽ ഈവൻ ദാറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് അണ്ടർ ATP. ഓക്കെ, അടുത്തത് പ്രോസസ്സിംഗ് വിത്തൗട്ട് ദി എയ്ഡ് ഓഫ് പവർ. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ വിത്തൗട്ട് ദി എയ്ഡ് ഓഫ് പവർ എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. കാരണം വിത്ത് ദി എയ്ഡ് ഓഫ് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഒരു മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയുടെ നേച്ചറിലേക്കാണ് പോകുന്നത്. അപ്പൊ അതല്ല ഇവിടുത്തെ ഉദ്ദേശം. ഒരു പവർ ഇല്ലാത്ത പ്രോസസ്സിങ്. സോ പ്രോസസ്സിങ് വിത്തൗട്ട് ദി എയ്ഡ് ഓഫ് പവർ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. എന്തിനാണ്? അഗ്രികൾച്ചർ പ്രൊഡ്യൂസിനെ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സിന്റെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതിനെ ഒരു പ്രോസസ്സിങ് ചെയ്യുവാണ് എന്ന് കരുതുക. ആ പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം വിൽക്കുമല്ലോ, ഇല്ലെങ്കിൽ അതേ മെമ്പേഴ്സിന് തിരിച്ചു കൊടുക്കുമല്ലോ. ഐദർ വൈസ് എങ്ങനെയാണെന്ന് വെച്ചാലും PGBP ഇൻകം ക്യാൻ ബി റെഡ്യൂസ് അണ്ടർ ATP. പിന്നെ ഇനി ആറാമത്തെ പോയിന്റും ശ്രദ്ധിച്ചോണേ, കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ ആണ്. ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെമ്പേഴ്സ്, അപ്പം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് അവരുടെ ഫിസിക്കൽ ലേബർ അവർ ഒരുമിച്ച് ഇഫേർട്ട് ഇടുന്നു. സേ ഫോർ എക്സാമ്പിൾ, ഒരു മെമ്പറിന്റെ പുള്ളിക്കാരന്റെ കൃഷിസ്ഥലം, അവിടെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു അഗ്രികൾച്ചർ ആക്ടിവിറ്റി നടത്താൻ വേണ്ടി ഒത്തിരിയേറെ പേരെ ആവശ്യമുണ്ട് എന്ന് കരുതുക. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇവര് ഈ പറയുന്ന സൊസൈറ്റിയിൽ ചെന്ന് പറഞ്ഞ് സൊസൈറ്റിയിലുള്ള മറ്റു മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് എന്നിട്ട് അവിടെ ആ ടാസ്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പം അതായത് ഒരു കൊയ്ത്ത് പോലെയോ, ഇല്ലെന്ന് വെച്ചാൽ അവിടെ നടുന്ന രീതിയിലോ, ഇല്ലെങ്കിൽ കള പറിക്കുന്ന കാര്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളക്റ്റീവായിട്ട് ചെയ്യുവാണ് എന്ന് കരുതുക. അത് കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി അതല്ല, ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈ പറയുന്ന ചിലര് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ടേക്കപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഇല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ പേരിലായിരിക്കും അത് വർക്ക് എടുക്കുന്നത്. എന്നിട്ട് ആ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പം അതെല്ലാം കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബറിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും വലിയ വർക്കുകൾ, ഒരാൾക്ക് ഇൻഡിവിജ്വലായിട്ട് എടുക്കാവുന്ന വർക്കിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, അങ്ങനെയല്ല, വലിയ വർക്കുകൾ എടുത്ത് ഈ സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയ വർക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു ബെനിഫിറ്റ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് കിട്ടും. അതാണ് കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബറിൻ്റെ അകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബറിൻ്റെ അകത്ത് എന്തെങ്കിലും PGBP ഉണ്ട് എന്ന് കരുതുക, അതിനെയും ഈ പറയുന്ന ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. പിന്നെ
ഏഴാമത്തെ പോയിന്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഫിഷിംഗ് ഓർ അലൈഡ് ആക്ടിവിറ്റീസ് ആണ്. അതായത് ക്യാച്ചിങ്, അതായത് മീൻപിടുത്തം, catching, curing, processing, storing, or marketing of fish or purchase of materials and equipments in connection therewith. ഈ പറയുന്ന ഫിഷിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാച്ചിങ്, ക്യൂറിങ്, പ്രോസസ്സിങ്, സ്റ്റോറിങ്, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് നടത്തുന്ന എന്ന് കരുതുക. അതായത് ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് ഇല്ലെങ്കിൽ എക്യുപ്മെന്റ്സിൻ്റെ പർച്ചേസ്, അതെല്ലാമാണ് ഈ കാറ്റഗറിക്കകത്ത് വരുന്നത്. അപ്പം സിക്സ്ത് ആൻഡ് സെവൻത്ത് കാറ്റഗറി എന്ന് പറയുന്നത് കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ ആണ്. സെവൻത്ത് കാറ്റഗറി ഫിഷിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആണ്. ഇങ്ങനെ എന്തെങ്കിലും ഈ രണ്ട് ആക്ടിവിറ്റീസിൻ്റെ അകത്ത് PGBP ഇൻകം ഉണ്ടെന്ന് കരുതാം, അതിനെയും ഈ പറയുന്ന ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയോ. In case of cooperative society falling under subclause 6 and 7, നമ്മളിപ്പം കണ്ട രണ്ട് സബ് ക്ലോസ് ഉണ്ടല്ലോ, ഏതാണ്? കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബറും ഫിഷിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിന്റെ കേസാണ് പറയുന്നത്. ദി ഡിസിഷൻ വിൽ ബി അവൈലബിൾ only if the rules and bylaws of the society restrict the voting right to following class of members എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മൂന്ന് കാറ്റഗറി ഓഫ് മെമ്പേഴ്സിന്റെ മൂന്ന് ക്ലാസ് ഓഫ് മെമ്പേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. അവർക്ക് മാത്രമായിട്ട് വോട്ടിംഗ് നിർത്തേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൂന്ന് പേരല്ലാതെ വേറെ ആർക്കെങ്കിലും വോട്ടിംഗ് കൊടുക്കുന്നുണ്ട് എന്ന് കരുതാം, അവിടുത്തെ PGBP ഇൻകം ഒരു കാരണവശാലും ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റത്തില്ല. ഏതൊക്കെയാണ് മൂന്ന് കാറ്റഗറി എന്ന് നോക്കാം. ആദ്യമായിട്ട് ഇൻഡിവിജ്വൽസ് ഹു കോൺട്രിബ്യൂട്ട് ദർ ലേബർ ഓർ ക്യാരി ഓൺ ഫിഷിംഗ് ഓൺ അലൈഡ് ആക്ടിവിറ്റീസ്. സോ റിയൽ ആയിട്ട് ഈ പറയുന്ന ഫിസിക്കൽ ലേബർ ഇടുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ ഫിഷിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട് എന്ന് കരുതാൻ കുഴപ്പമില്ല. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് വിച്ച് പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സൊസൈറ്റി. ഈ പറയുന്നതായിട്ടുള്ള ഏഴാമത്തെ പോയിന്റകത്ത് പറയുന്നതായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടല്ലോ, അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവർക്കും വോട്ടിംഗ് റൈറ്റ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. മൂന്നാമതായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇങ്ങനെ മൂന്ന് കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ആണ് വോട്ടിംഗ് റൈറ്റ് എങ്കിൽ കുഴപ്പമില്ല. എപ്പാർട്ട് ഫ്രം ദിസ് വേറെ ആർക്കെങ്കിലും വോട്ടിംഗ് റൈറ്റ് ഉണ്ട് എന്ന് കരുതുക, അങ്ങനെയാണ് എന്ന് കരുതുക, അവരുടെ കേസിൽ ATP കുറയ്ക്കാൻ പറ്റും. ATPയുടെ കീഴിൽ ഈ പറയുന്ന PGBP കുറയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയാണ് ആദ്യമായിട്ടുള്ള എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ആവുന്നത്. അടുത്തത് പാർട്ട് ബിയിലേക്ക് നമുക്ക് പോവാം. പാർട്ട് ബി, ഇൻ കേസ് ഓഫ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ഇത് പാർട്ട് ബി എന്ന് പറയുന്നത് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇൻ കേസ് ഓഫ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ സപ്ലൈങ് മിൽക്ക്, ഓയിൽ സീഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് റേസ്ഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ടു. അതായത് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ മെമ്പേഴ്സ് റേസ് ചെയ്യുന്നതായിട്ടുള്ള ഇല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ സപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള മിൽക്ക്, ഓയിൽ സീഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അത് ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുവാണ് എന്ന് കരുതുക, ഇല്ലെങ്കിൽ ഗവൺമെന്റ് ഓർ ലോക്കൽ അതോറിറ്റിക്ക് കൊടുക്കുവാണ് എന്ന് കരുതുക, ഇല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കമ്പനി ഇല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന് കൊടുക്കുവാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതായിട്ടുള്ള PGBP ഇൻകം ഉണ്ടല്ലോ, അതിനെയും ഈ പറഞ്ഞ ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അപ്പം ഒരു പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്നതിൻ്റെ അകത്ത് എന്ത് കൊടുക്കുമ്പോഴാണ് മിൽക്ക്, ഓയിൽ സീഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കുന്ന വഴിയായിട്ട് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകം അതിൻ്റെ കാര്യമാണ് ഇവർ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, ഇല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന് കൊടുക്കുന്നതായിട്ടുള്ള സാഹചര്യം അതും ഇവിടെ കവേർഡ് ആണ്. അതിൻ്റെ അകത്ത് കിട്ടുന്നതായിട്ടുള്ള PGBP ഇൻകം അതിനെയും ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ഇനി ഈ പറയുന്ന പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി, രണ്ടാമതായിട്ട് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണല്ലോ. ഈ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹൂസ് മെമ്പർ ഈസ് നോട്ട് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. മനസ്സിലായി? അതായത് സാധാരണ മെമ്പേഴ്സ് ഉള്ള ഒരു സൊസൈറ്റിയുടെ കാര്യമാണ് ഇതിൻ്റെ അകത്ത്. ഈ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്ത് മറ്റൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ അകത്തെ പോയിന്റ്.
ഇനി വേറൊരു ഡെഫിനേഷൻ, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹൂസ് മെമ്പർഷിപ്പ് ഈസ് അവൈലബിൾ ഓൺലി ടു ഇൻഡിവിജ്വൽ ആൻഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അവർക്കും ഇൻഡിവിജ്വൽസിനും മാത്രമായിട്ട് മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, നമ്മൾ എയും ബിയും കണ്ടു. ഇനി ഇവിടെ സി, ഡി, ഇ, എഫ് ഇത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, സിക്കകത്ത് എന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം. ഇൻ കേസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് അതർ ദാൻ ദോസ് സ്പെസിഫൈഡ് ഇൻ എ ഓർ ബി, അതായത് ഇതിനു മുമ്പ് എ ആൻഡ് ബി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതല്ലാത്ത ആക്ടിവിറ്റീസിൻ്റെ അകത്ത് എൻഗേജ്ഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസാണ് ഇവിടെ സിയിൽ പറയുന്നത്. ഐദർ ഇൻഡിപെൻഡൻ്റ്ലി ഓർ ഇൻ അഡീഷൻ ടു all or any of the activities so specified, profits and gains attributable to such activities to the extent of 50,000 shall be deducted from gross total income. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ എ ആൻഡ് ബി ക്കകത്ത് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലാതെ മറ്റേതിൽ ആക്ടിവിറ്റീസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ വരുമ്പോഴത്തേക്ക് 50,000 രൂപ വരെ കുറയ്ക്കാൻ പറ്റുമെന്ന്. ഇതിൻ്റെ അകത്ത് ATPക്കകത്ത് എത്ര വരെയാണ്? 50,000 രൂപ വരെ കുറയ്ക്കാൻ പറ്റും. Then ഇവിടെ എടുത്തു പറഞ്ഞേക്കുന്ന ഒരു കാര്യം, however in case of consumers cooperative society, അതൊരു കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്ന് കരുതുക, ഈ 50,000 പകരം this deduction shall be 1 lakh in respect of profits and gains from other activities. So 50,000 പകരം 1 ലക്ഷം വരെ കുറയ്ക്കാൻ പറ്റും. ഏതിന്റെ കേസുകളിൽ? കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ. ഓക്കെ, ഇനി കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫോംഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊമോട്ടിംഗ് ദ കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ്, ഇൻഡിവിജ്വൽസ് ഹു വിഷ് ടു പർച്ചേസ് പ്രൊഡക്ട്സ് അറ്റ് റീസണബിൾ റേറ്റ്സ് മോസ്റ്റ് ലൈക്ലി ജോയിൻ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരായിരിക്കും ഈ പറഞ്ഞ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഇൻ സച്ച് എ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ദർ ആർ നോ മിഡിൽ മെൻ ഇൻവോൾവ്. അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കും പർച്ചേസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ഈ ഡെയിലി റിക്വയർമെന്റിന് വേണ്ടിയുള്ള എല്ലാ ദിവസവും അവരുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വരെ ഈ പറയുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പറയുന്ന അതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് ഈ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നായിരിക്കും ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം കുറഞ്ഞ വിലയിൽ മിഡിൽമെനെ മാറ്റി നിർത്തിക്കൊണ്ട് കുറഞ്ഞ വിലയിൽ മേടിക്കാൻ പറ്റും. ദി പ്രോഡക്റ്റ് ഈസ് പർച്ചേസ്ഡ് ഡയറക്ട്ലി ഫ്രം ദി പ്രൊഡ്യൂസർ ആൻഡ് സോൾഡ് ടു കൺസ്യൂമേഴ്സ്. ആ പ്രൊഡക്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നു. മിഡിൽ മെന്നെയും അതുപോലെ തന്നെ അവരുടെ കമ്മീഷൻ അതെല്ലാം എക്സ്ക്ലൂഡ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തന്നെ മേടിക്കാൻ പറ്റും. അതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് സൊസൈറ്റി കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 50,000 അവർക്ക് 1 lakh വരെ ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. Then, society engaged in banking and construction of houses, letting out and earning of income therefrom is entitled to deduction from profits attributable to letting out to the extent of 50,000. അപ്പം ഈ പറയുന്ന ലെറ്റിംഗ് ഔട്ട്, വാടകയ്ക്ക് കൊടുക്കുന്നത്, ആ സാഹചര്യത്തിന്റെ ലെറ്റിംഗ് ഔട്ട് ഇൻകം ആരുടെ കേസിലുള്ളതാണ്? സൊസൈറ്റി എൻഗേജ് ഇൻ ബാങ്കിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസിന്റെ കേസിൽ അവര് ലെറ്റിംഗ് ഔട്ട് വഴിയായിട്ട് എന്തെങ്കിലും ഇൻകം വരുവാണെന്ന് കരുതുക, അതിൻ്റെ അകത്ത് 50,000 വരേക്കും കുറയ്ക്കാൻ പറ്റും. അതാണ് പോയിന്റ് നമ്പർ സിക്കകത്തുള്ളത്. ഓക്കെ, ഇനി പോയിന്റ് നമ്പർ ഡി, മനോഹരമായിട്ടുള്ള ഒരു പോയിന്റാണ് പോയിന്റ് നമ്പർ ഡി. ദ ഹോൾ ഓഫ് ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻസ്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻസ് മുഴുവനായിട്ട് ഡിറൈവ്ഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഫ്രം ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് എവിടെയുള്ളത്? വിത്ത് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ഡിഡക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേറെ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് അകത്തുനിന്ന് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുക, ആ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും എൻറ്റയർലി മുഴുവനായിട്ട് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ ഡി. ഇനി
പോയിന്റ് നമ്പർ ഇ. പോയിന്റ് നമ്പർ ഇയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്തെങ്കിലും ഗോഡൗൺ ഇല്ലെങ്കിൽ വെയർഹൗസ് ഉണ്ട് എന്ന് കരുതുക. ഗോഡൗൺ ഇല്ലെങ്കിൽ വെയർഹൗസ് ഉണ്ട് എന്ന് കരുതുക. ആ ഗോഡൗൺ ഇല്ലെങ്കിൽ വെയർഹൗസ് എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ഫെസിലിറ്റേറ്റിംഗ്, മാർക്കറ്റിംഗ് ഓഫ് കമ്മോഡിറ്റീസ്. ഈ പറയുന്ന കമ്മോഡിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും മെമ്പേഴ്സിന്റെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസും മറ്റു കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരും. ഓക്കെ, അപ്പം അങ്ങനത്തെ കമ്മോഡിറ്റീസിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയോ മാർക്കറ്റിങ്ങിന് വേണ്ടിയോ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഈ പറയുന്ന ഗോഡൗണും വെയർഹൗസും ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതായിട്ടുള്ള ഇൻകം, അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഇൻകം മുഴുവനായിട്ട് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം നോക്കണ്ട വാക്കുകൾ ഗോഡൗൺ ഇല്ലെങ്കിൽ വെയർഹൗസ് എന്ന് പറയുന്ന വാക്കുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ആ ഗോഡൗൺ ഇല്ലെങ്കിൽ വെയർഹൗസ് സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ് ഓഫ് കമ്മോഡിറ്റീസിന് വേണ്ടിയുള്ളതാണ് എന്ന് കരുതുക. ആ ഇൻകം മുഴുവനായിട്ട് കുറയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ ഇ. പിന്നെ അടുത്തത് പോയിന്റ് നമ്പർ എഫ്. പോയിന്റ് നമ്പർ എഫിൻ്റെ അകത്ത് in case of cooperative society which is not housing society or urban consumer society or a society carrying on transport business or a society engaged in performance of any manufacturing operation with the aid of power എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വലിയ വലിയ സൊസൈറ്റികളുടെ പേര് ഇല്ലെങ്കിൽ വലിയ വലിയ സൊസൈറ്റികളുടെ ആക്ടിവിറ്റീസ് ആണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇങ്ങനത്തെ വലിയ വലിയ സൊസൈറ്റീസ് അല്ല എന്ന് കരുതുക where the gross total income does not exceed 20,000 rupees. ആ ചെറിയ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് ഈ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാതെ സാധാരണ ചെറിയ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കേസിൽ വന്നു കഴിയുമ്പോൾ അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000 കൂടുതലാവുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് എനി ഇൻകം by way of interest on securities or income from house property shall be deducted from gross total income. So, എന്ന് പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏത് ഹെഡിൻ്റെ അകത്താണ്? IFOSന്റെ അകത്താണ് വരുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പം ഈ രണ്ട് ഹെഡിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസും അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് കരുതുക. ചെറിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ അവർക്കും അത് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അപ്പം ചുരുക്കത്തിൽ നോക്കുന്നത് ഈ പറയുന്ന അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000 കൂടുതലാവാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പെട്ടെന്ന് ഒറ്റ നോട്ടം ന്യൂമറിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമതായിട്ട് അവരുടെ ആക്ടിവിറ്റിയിലേക്ക് കടന്നു നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി 20,000 കുറവാണ് അവരുടെ ഈ പറയുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആക്ടിവിറ്റിയിലേക്ക് നോക്കുക. ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒന്നും ആയിരിക്കരുത്. ഏതൊക്കെയാണ്? ഒരു ഹൗസിംഗ് സൊസൈറ്റി ആയിരിക്കരുത്, ഇല്ലെങ്കിൽ അർബൻ കൺസ്യൂമർ സൊസൈറ്റി ആയിരിക്കരുത്, ഇല്ലെങ്കിൽ സൊസൈറ്റി ക്യാരിങ് ഓൺ ട്രാൻസ്പോർട്ട് ബിസിനസ് ആയിരിക്കരുത്, ഇല്ല എങ്കിൽ സൊസൈറ്റി എൻഗേജ് ഇൻ പെർഫോമൻസ് ഓഫ് എനി മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ആയിരിക്കരുത്. മാനുഫാക്ചറിങ് ഓപ്പറേഷൻ എന്ന് പറയും വിത്ത് ദ എയ്ഡ് ഓഫ് പവർ. ഓക്കെ, അപ്പൊ ഈ 4 ഹൗസിംഗ് സൊസൈറ്റി ആയിരിക്കരുത്, അർബൻ കൺസ്യൂമേഴ്സ് സൊസൈറ്റി ആയിരിക്കരുത്, സൊസൈറ്റി ക്യാരിങ് ഓൺ ട്രാൻസ്പോർട്ട് ബിസിനസ് ആയിരിക്കരുത്, മാനുഫാക്ചറിങ് ഓപ്പറേഷൻ വിത്ത് എയ്ഡ് ഓഫ് പവർ നടത്തുന്നവരായിരിക്കരുത്. അങ്ങനെയുള്ള സാഹചര്യത്തിൻ്റെ അകത്ത് അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000 കുറവാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസും ഹൗസ് പ്രോപ്പർട്ടിയും ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ സാധാരണ രീതിയിൽ ഈ രണ്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റത്തില്ല. ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000 കുറവാകുകയും അവർ ഈ പറയുന്ന വലിയ സൊസൈറ്റികളിലെ ആക്ടിവിറ്റീസ് 4 ആക്ടിവിറ്റീസ് അല്ല ഇവിടെ എടുത്തു പറഞ്ഞേക്കുന്നത്, 1, 2, 3, 4 ഈ 4 ആക്ടിവിറ്റീസിൻ്റെ അത് ഇൻവോൾവ് അല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസും ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇത് രണ്ടും ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അപ്പം ഇതാണ് ATP എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സെക്ഷന്റെ പ്രൊവിഷൻസ്. അങ്ങനെ ATP കണ്ടു. ഇനി ATP അല്ലാതെ വേറെ ഏതെങ്കിലും ചാപ്റ്റർ 6A ഡിഡക്ഷൻ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ക്ലെയിം ചെയ്യാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ് പറ്റും. ഏതൊക്കെയാണ്? ATG ഡൊണേഷന്റെ, പിന്നെ ATGGA, GGC, ATIA, IAB, IB, IBA, IC, IE, ATJJA, ATJJAA, ATP. ATP ആണല്ലോ നമ്മളിപ്പം കണ്ടത്. അപ്പൊ ഈ ATP ഒഴികെ
ഇത്രയും ചാപ്റ്റർ 6A ഡിഡക്ഷൻസും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്തേക്ക്. അപ്പോൾ ഇതും കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവരുടെ ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ആ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലാണ് സ്ലാബ് ഓർമ്മയില്ലേ, 10%, 20% ആൻഡ് 30% വരുന്നത്. അപ്പം ഈ റേറ്റിൽ ടാക്സ് അപ്ലൈ ചെയ്യുന്നത്. സോ വിത്ത് ദിസ് നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ട് കംസ് ടു ആൻ എൻഡ്.